नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 10 के इकाई 3 ठाकुर का कुआं के बारे में पढ़ेंगे। ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി നമ്മൾക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഠാക്കൂർ കാ കുआं. ഈ കഥ എഴുതിയിരിക്കുന്നത് ശ്രീ പ്രേംചന്ദ്ജിയാണ്. ഇതിൽ ഈ കഥയിൽ പ്രേംചന്ദ്ജി പറയുന്നത് നമ്മുടെ പണ്ട് കാലത്ത് അനുഭവിച്ചിരുന്ന ഈ കീഴ്ജാതി അല്ലെങ്കിൽ ലോ കാസ്റ്റ് ഹയർ കാസ്റ്റ് ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ആൾക്കാരും പണക്കാരും തമ്മിൽ വരുന്ന വ്യത്യാസം, അതിൽ കീഴ്ജാതിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ആൾക്കാർ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ പ്രയാസങ്ങൾ, അതിനെ കുറിച്ചിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. പ്രേംചന്ദ്. जन्म 31 जुलाई 1880, निधन 8 अक्टूबर 1936. आप हिंदी और उर्दू के महान भारतीय लेखकों में से एक हैं. आप एक संवेदनशील लेखक, सचेत नागरिक तथा कुशल वक्ता थे. आपने उपन्यास, कहानी, नाटक, समीक्षा लेख, संपादकीय, संस्मरण आदि अनेक विधाओं में साहित्य सृष्टि की. उपन्यासों के क्षेत्र में आपके बहुमूल्य योगदान के कारण आप उपन्यास सम्राट पुकारे जाते हैं. सेवा सदन, प्रेमाश्रम, रंगभूमि, निर्मला, कायाकल्प, गबन, कर्मभूमि, गोदान आदि आपके उपन्यास हैं. ശ്രീ പ്രേംചന്ദ്. അദ്ദേഹം ജനിച്ചത് 31 ജൂലൈ 1880. അദ്ദേഹം അന്തരിച്ചത് 8 ഒക്ടോബർ 1936. അദ്ദേഹം ഹിന്ദിയും ഉറുദുവിലും നല്ലൊരു കുറേ മഹാനായ റൈറ്റേഴ്സിൽ ഒരാളായിട്ടാണ് ആളെ നമ്മൾ കണ്ടിരുന്നത്. വളരെയധികം സെൻസിറ്റീവായിട്ടുള്ളൊരു റൈറ്ററായിരുന്നു. കൂടാണ്ട് തന്നെ പ്രഗത്ഭനായൊരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. പലതരത്തിലുള്ള നോവൽ, സ്റ്റോറി, നാടകങ്ങൾ, എഡിറ്റോറിയൽസ്, പിന്നെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കുറേ വിഭാഗങ്ങളിൽ അദ്ദേഹം സാഹിത്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ നോവലിൻ്റെ ക്ഷേത്രത്തിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം അദ്ദേഹത്തെ ഉപന്യാസിലെ ചക്രവർത്തിയായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്, നമ്മൾ അവരെ കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ സേവാസദൻ, പ്രേമാശ്രം, രംഗഭൂമി, നിർമ്മല, കായാകൽപ്, ഗബൻ, കർമ്മഭൂമി, ഗോദാൻ എന്നീ ഉപന്യാസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഠാക്കൂർ കാ കുआं. ഠാക്കൂർ എന്ന് പറഞ്ഞാൽ ജന്മി, കുआं എന്ന് പറഞ്ഞാൽ കിണർ. जोखू ने लोटा मुँह से लगाया तो पानी में सख्त बदबू आई. ജോഖു മൊന്ത വായിലേക്ക് വെച്ചപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് വളരെയധികം കണിശമായൊരു ദുർഗന്ധമാണ് വന്നത്. ലോട്ട എന്ന് പറഞ്ഞാൽ മൊന്ത, മൂ എന്ന് പറഞ്ഞാൽ വായ, സഖ്ത് എന്ന് പറഞ്ഞാൽ കണിശമായ, ബദ്ബു നാറ്റം. ഗംഗി സെ ബോല യെ കേസാ പാനി ഹെ. ഗംഗിയോട് പറഞ്ഞു, ഇതെന്തൊരു വെള്ളമാണ് ഇത്. മാരെ ബാസ് കെ പിയാ നഹി ചാത്ത. നാറ്റം കൊണ്ട്, അതിൽ വരുന്ന ഒരു മണം കൊണ്ട് എനിക്ക് കുടിക്കാൻ പോലും കഴിയുന്നില്ല. ബാസ് എന്ന് പറഞ്ഞാൽ ദുർഗന്ധം അല്ലെങ്കിൽ നാറ്റം. ഗലാ സൂഖാ ജാ രഹാ ഹെ ഓർ തൂ സടാ പാനി പിലായ് ദേത്തി ഹെ. തൊണ്ട വരണ്ടു പോകുന്നു, നീയാണെങ്കിൽ എനിക്ക് ഈ ചീഞ്ഞ വെള്ളമാണ് തരുന്നത് കുടിക്കാൻ. സൂഖ്ന എന്ന് പറഞ്ഞാൽ വരണ്ടു പോകുക, സട എന്ന് പറഞ്ഞാൽ ചീഞ്ഞ അല്ലെങ്കിൽ അളിഞ്ഞ, അങ്ങനത്തെ ഒക്കെ ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. ഗംഗി പ്രതിദിൻ ഷാം പാനി ഭർ ലിയാ കർത്തി थी. ഗംഗി ദിവസവും, എല്ലാ ദിവസവും, പ്രതിദിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വെള്ളം നിറയ്ക്കുമായിരുന്നു. കുआं दूर था, बार बार जाना मुश्किल था. കിണർ വളരെയധികം ദൂരമായിരുന്നു. അപ്പോൾ ഡെയിലി എന്നും പോയിട്ട് വെള്ളം നിറയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. കൽ വഹ് പാനി ലായി തോ ഉസ്മേ ബൂ ബിൽക്കുൽ നഥി. ഇന്നലെ അവൾ കൊണ്ടുവന്ന വെള്ളത്തിൽ തീരെ നാറ്റം അല്ലെങ്കിൽ ആ ദുർഗന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. ബൂ എന്ന് പറഞ്ഞാൽ നാറ്റം. ആജ് പാനി മേ ബദ്ബൂ കൈസി. ഇന്ന് എങ്ങനെ ആ വെള്ളത്തിൽ ദുർഗന്ധം, ഇങ്ങനെ ഒരു ദുർഗന്ധം വരാൻ കാരണം? ലോട്ട നാക്ക് സെ ലഗായ തോ സച്മുച്ച് ബദ്ബൂ थी. മൊന്ത മൂക്കിൻ്റെ അടുത്തേക്ക് വെച്ചപ്പോൾ ശരിക്കും അതിൽ വളരെയധികം എന്തായിരുന്നു, ദുർഗന്ധം ഉണ്ടായിരുന്നു. സച്മുച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും.
जरूर कोई जानवर कुएं में गिरकर मर गया होगा. തീർച്ചയായിട്ടും വല്ല ആനിമൽ, ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗം, ആ കിണറ്റിലേക്ക് വീണ് മരിച്ചിട്ടുണ്ടാവും, ചത്തുപോയിട്ടുണ്ടാവും. ഗിർക്കർ എന്ന് പറഞ്ഞാൽ വീണിട്ടു. മഗർ ദൂസരാ പാനി ആവേ കഹാസെ. പക്ഷെ ഇനി വേറെ വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരിക? ആവേ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നു കൊണ്ടുവരും. ഠാക്കൂർ കെ കുവേ പർ കോൺ ചലനെ ദേഗ. നമ്മുടെ ജന്മിയുടെ കിണറ്റിൽ ആരാണ് കയറാൻ സമ്മതിക്കുക? ചടന എന്ന് പറഞ്ഞാൽ കയറുക. ദൂർ സെ ലോക് ഡാൻ ബതായെങ്കെ. ദൂരെ നിന്ന് തന്നെ ആളുകൾ നമ്മളെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കും. ഡാൻന എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക, ശകാരിക്കുക. സാഹു കാ കുവ ഗാവ് കെ ഉസ് സിരെ പർ ഹെ. സാഹു കാ കുവ എന്ന് പറഞ്ഞാൽ ധനികനായ ഒരു വ്യാപാരിയാണ്. അവരുടെ കിണർ എവിടെയാണ്? അങ്ങേ അറ്റത്താണ്, ഗ്രാമത്തിൻ്റെ അങ്ങേ അറ്റത്താണ് ഈ അടുത്ത സാഹുവിൻ്റെ കിണർ. പരന്തു വഹാം ബി കോൺ പാനി ഭർണേ ദേഗ. പക്ഷേ അവിടെയും ആരാണ് നമ്മൾക്ക് വെള്ളം നിറയ്ക്കാൻ സമ്മതിക്കുക? കോയി തീസര കുവ ഗാവ് മേ ഹൈനെ. ഇനി മൂന്നാമത്തെ ഒരു കിണർ ഈ നാട്ടിൽ, ഈ ഗ്രാമത്തിൽ വേറെ എവിടെയും ഇല്ല. ജോഖു കൈ ദിൻ സെ ബിമാർ ഹെ. ജോഖു കുറേ ദിവസങ്ങളായിട്ട് തീരെ വയ്യാണ്ട് കിടക്കുകയാണ്, രോഗം ബാധിച്ച് കിടക്കുകയാണ്. കുച്ച് ദേർ തക് തോ പ്യാസ് റോക്ക് ചുപ് ചാപ്പ് ചുപ് പടാ രഹ. കുറച്ച് നേരം ആളുടെ ദാഹം കൺട്രോൾ ചെയ്തിട്ട് അവിടെ ഇരുന്നു, മിണ്ടാണ്ടിരുന്നു. പ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാഹം. ഫിർ ബോല അബ് തോ മാരേ പ്യാസ് കെ രഹാ നഹി ജാത്ത. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? എനിക്ക് ഇനി ദാഹിച്ചിട്ട് ഇനി എനിക്ക് ഇരിക്കാൻ വയ്യ. ലാ തോടാ പാനി നാക്ക് ബന്ദ് കർക്കെ പീലു. കുറച്ച് വെള്ളം ഇങ്ങോട്ട് കാട്ട്, ഞാൻ മൂക്കടച്ചിട്ട് അത് കുടിക്കാം എന്ന് പറയും. നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക്. ഗംഗീനെ പാനി നദിയ. ഗംഗി വെള്ളം കൊടുത്തില്ല. ഖരാബ് പാനി സെ ബീമാരി ബഡ് ജായകി ഇത്നാ ജാൻതി ഥി. ആ ചീത്ത വെള്ളം, ആ മോശപ്പെട്ട വെള്ളം കുടിച്ചാൽ എന്താണ്? അസുഖം കൂടും എന്ന് അവൾക്കറിയാമായിരുന്നു. ഖറാബ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട വെള്ളം, ബഡ് ജായകി എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക. परंतु यह न जानती थी कि पानी को उबाल देने से उसकी खराबी जाती रहती है. പക്ഷെ ഇത് അവൾക്ക് അറിഞ്ഞിരുന്നില്ല. വെള്ളം തിളപ്പിച്ചാൽ, ഉബാലന എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക, വെള്ളം തിളപ്പിച്ചാൽ അതിലത്തെ മാലിന്യം അതൊക്കെ നശിച്ചു പോകും എന്ന് അവൾ അറിഞ്ഞില്ല. ബോലി യഹ് പാനി കേസെ പിയോगे. എന്താ പറഞ്ഞവള്? ഈ വെള്ളം നിങ്ങൾ എങ്ങനെയാണ് കുടിക്കുക? ന ജാനെ കോൺ ജാൻവർ മറാ ഹെ. ഏത് മൃഗമാണ് അതിൽ ചത്തു കിടക്കണമെന്ന് നമുക്ക് ആർക്കറിഞ്ഞു? जानवर मरा है. कुएं से मैं दूसरा पानी ലായ് ദേത്തി ഹും. ഞാൻ കിണറ്റിൽ നിന്ന് പോയിട്ട് വേറെ വെള്ളം കൊണ്ടുവരാം എന്നവൾ പറയും. ജോഖുനെ ആശ്ചര്യസെ ഉസ്കി ഓർ ദേഖ. പാനി കഹാസെ ലായകി. ജോഖു ആശ്ചര്യം, വളരെയധികം ആശ്ചര്യപ്പെട്ടിട്ട് അവളെ നോക്കി. എന്നിട്ട് എന്താ പറയാ? നീ വെള്ളം എവിടുന്ന് കൊണ്ടുവരാനാ പോകുന്നത്? ആശ്ചര്യം എന്ന് പറഞ്ഞാൽ ആശ്ചര്യം. ഠാക്കൂർ और സാഹു के दो कुएं तो हैं. നമ്മുടെ ജന്മിയുടെയും ധനികനായ വ്യാപാരിയുടെയും രണ്ട് കുവ, നമ്മുടെ രണ്ട് കിണറുണ്ടല്ലോ. ക്യാ एक लोटा पानी न भरने देंगे. ഒരു മൊന്ത വെള്ളം പോലും അവരെനിക്ക് നിറയ്ക്കാൻ സമ്മതിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഭരണ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. ഹാത്ത് പാവ് തുട ആയെगी और कुछ ना होगा. എൻ്റെ കയ്യും കാലും നീ ഒടിപ്പിച്ച് വരും. എന്താണ്? അവരത് കണ്ടാൽ തല്ലി ഒടിക്കും കയ്യും കാലും ഒക്കെ. ഹാത്താവ് എന്ന് പറഞ്ഞാൽ കയ്യും കാലും, തുടുക എന്ന് പറഞ്ഞാൽ ഒടിക്കുക. കയ്യും കാലും നീ ഒടിപ്പിച്ച് വരും, അല്ലാണ്ട് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബാഡ് ചുപ്കേസെ. മിണ്ടാണ്ട് ഇവിടെ ഇരുന്നോ. ചുപ്കി എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ട് ഇവിടെ ഇരുന്നോ. ബ്രാഹ്മൺ ദേവത ആശീർവാദ് ദേങ്കെ. ബ്രാഹ്മണ ദേവത നിന്നെ ആശീർവദിക്കും. ആശീർവാദ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, നിന്നെ അനുഗ്രഹിക്കും. ഠാക്കൂർ ലാഠി മാരെങ്കെ. ഠാക്കൂർ എന്താ ചെയ്യുക? ജന്മി നിന്നെ നല്ല വടി കൊണ്ട് നന്നായി നല്ല അടി തരും. സാഹുജി AK 5 ലേങ്കെ. വ്യാപാരി എന്താ ചെയ്യാൻ പോകുന്നത്? 1/5 എന്ന് പറഞ്ഞാൽ അത്രയധികമായിട്ട് വാങ്ങിക്കും കാശ്. ഗരീബോं का दर्द कौन समझता है. പാവപ്പെട്ട ആൾക്കാരുടെ വേദന ആര് മനസ്സിലാക്കാനാണ്? ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർ, ദർദ് എന്ന് പറഞ്ഞാൽ വേദന. അവരുടെ വേദന ആര് മനസ്സിലാക്കാനാണ്? ഹം തോ മർ ഭി ജാത്തെ ഹേ തോ കോയി ദ്വാർ പർ ഝാങ്കനെ നഹി ആതാ. മരണ എന്ന് പറഞ്ഞാൽ മരിക്കുക. നമ്മൾ മരിച്ചു പോയാൽ പോലും നമ്മുടെ കവാടം, ദ്വാർ എന്ന് പറഞ്ഞാൽ കവാടമാണ്, നമ്മുടെ കവാടത്തിൽ ഒരാൾ ഒന്ന് എത്തി നോക്കാൻ പോലും ആരും ഉണ്ടാകില്ല.
ദർദ് വേദന, ദുവാർ എന്ന് പറഞ്ഞാൽ കവാടം, ജാഗ്ന എന്ന് പറഞ്ഞാൽ ഒന്ന് എത്തി നോക്കുക അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക. ഒരാൾ പോലും അതിനുണ്ടാകില്ല. കന്ധ ദേനാത്തോ ബഡി ബാത് ഹെ. കന്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡറിനെയാണ് കന്ധ എന്ന് പറയുന്നത്. അത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകില്ല. അത് വളരെ ദൂരെയുള്ളൊരു കാര്യമാണ്. ऐसे लोग कुएं से पानी भरने न देंगे. ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം പോലും നിറയ്ക്കാൻ തരില്ല. മരിച്ചു പോയാൽ നമ്മൾ കൊണ്ടുപോകുന്നതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. അത് ഒരു മൊന്ത വെള്ളം പോലും അവർ നമ്മൾക്ക് നിറയ്ക്കാൻ തരില്ല. അങ്ങനത്തെ ആളുകളാണ് ഇവരൊക്കെ എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ ശബ്ദവുമേ കടുവ സത്യത. ഈ വാക്കുകളിൽ വളരെ കയ്പേറിയ സത്യമുണ്ടായിരുന്നു. കടുവ എന്ന് പറഞ്ഞാൽ കയ്പേറിയ. ഗംഗി ക്യാ ജവാബ് ദേത്തി. ഇതിന് ഗംഗി എന്തുത്തരം നൽകാനായിരുന്നു? കിന്തു ഉൻഹി വഹ ബദ്ബുദാർ പാനി പീനിക്കോ നാദിയ. പക്ഷെ അവള് ആ ദുർഗന്ധമുള്ള വെള്ളം കുടിക്കാൻ സമ്മതിച്ചില്ല. രാത് കെ 9 ബജെ थे. രാത്രി 9 മണിയായി കഴിഞ്ഞിരുന്നു. 9 എന്ന് പറഞ്ഞാൽ 9, ബജെ എന്ന് പറഞ്ഞാൽ മണി. थके मांदे मजदूर तो सो चुके थे. എന്താണ് ക്ഷീണിതയായ, थके मांदे എന്ന് പറഞ്ഞാൽ ക്ഷീണിതയായ മസ്ദൂർ തൊഴിലാളികൾ അവർ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഠാക്കൂർ കി ദർവാസെ पर 10-5 ബേഫിക്രെ ജമാ थे. ജന്മിയുടെ വാതിലിൻ്റെ മുമ്പിൽ ഒരു 5-10 തീരെ ചിന്തയില്ലാത്ത കെയർലെസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ കൂട്ടം ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. മേദാനി ബഹാദുരി കാത്തോ അബ്ന ജമാന രഹാ ഹെ. മൈതാനത്തിൽ നടക്കുന്ന ധീരപ്രവൃത്തിയുടെ ആ ഒരു കാലമല്ല ഇപ്പോൾ. അപ്പോൾ എന്താണ്, അതിനുള്ളൊരു അവസരവും ഇല്ല എന്നാണ് പറയുന്നത്. മോക്ക എന്ന് പറഞ്ഞാൽ അവസരം, ബഹാദുരി എന്ന് പറഞ്ഞാൽ ധൈര്യം, ഭയങ്കര ധൈര്യമുള്ള ആൾക്കാരാണ് ബഹാദുരി. ദർവാസ വാതിൽ, ബേഫിക്രെ എന്ന് പറഞ്ഞാൽ ചിന്തയില്ലാത്ത, മോക്ക എന്ന് പറഞ്ഞാൽ അവസരം. കാനൂനി ബഹാദുരി കി ബാത് ഹോ രഹി ഥി. കാനൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം. അതിൻ്റെ ഒരു ധൈര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരം നടന്നിരുന്നത്. കിത്തനി ഹോഷിയാരി സെ ഠാക്കൂർ നെ थानेदार को एक खास मुकदमे में रिश्वत दी. എന്തൊരു ഹോഷിയാരി എന്ന് പറയുന്നത് മിടുക്ക്, സാമർഥ്യം. എന്തൊരു സാമർഥ്യത്തോടു കൂടിയാണ് നമ്മുടെ ജന്മി, थानेदार എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഇൻസ്പെക്ടറിനെയാണ്, പോലീസ് സ്റ്റേഷനിലത്തെ ഇൻചാർജ് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ. ആൾക്ക് एक खास മുക്കദ്മ ഒരു പ്രത്യേക ഒരു സ്പെഷ്യലായിട്ടുള്ള മുക്കദ്മ കേസിൽ റിഷ്വത്ത് എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുത്തിട്ട് അതിൽ നിന്ന് ഈസി ആയിട്ട് വളരെ എളുപ്പമായിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങി എന്നാണ് അവിടെ നടക്കുന്ന ഒരു ചർച്ച. कितनी होशियारी से ठाकुर ने थानेदार को एक खास मुकदमे में रिश्वत दी और साफ निकल गए. എന്തൊരു സാമർഥ്യത്തോടു കൂടിയാണ് നമ്മുടെ ജന്മി പോലീസ് സ്റ്റേഷനിലത്തെ പോലീസ് ഓഫീസറിനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കേസിലേക്ക് പൈസ കൊടുത്തിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. കിतनी अकलमंदी से एक मार्के के मुकदमे की नकल ले आए. എന്തൊരു സാമർഥ്യം കൊണ്ടാണ്, എന്തൊരു ബുദ്ധിയാണ് യൂസ് ചെയ്തത്. അക്കൽമന്തി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളത്? ഒരു കച്ചവടത്തെ ബന്ധപ്പെട്ടിട്ടുള്ള, മാർക്ക് എന്ന് പറഞ്ഞാൽ കച്ചവടം, അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൻ്റെ കോപ്പി കൊണ്ടുവന്നു. ले आए എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. नाजिर और मोहतमिम सभी कहते थे नकल नहीं मिल सकती. नाजिർ മുഹത്തമിം അവരെന്താ എല്ലാവരും പറഞ്ഞിരുന്നത്? പകർപ്പ്, നക്കൽ എന്ന് പറഞ്ഞാൽ പകർപ്പ് അല്ലെങ്കിൽ കോപ്പി കിട്ടാൻ കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. കോയി 50 മാങ്ത കോയി 100. ചിലവർ 50 ചോദിക്കും, ചിലവർ 100 ചോദിക്കും. 50 എന്ന് പറഞ്ഞാൽ 50, 100 എന്ന് പറഞ്ഞാൽ 100. യഹാ ബെപൈസെ കോടി നക്കൽ ഉടാതെ. ഇവിടെ എന്താ, ഒരു പണം കൊടുക്കാണ്ട് അവരെന്താണ് എല്ലാം അവർക്ക് അതിൻ്റെ കോപ്പി കിട്ടി എന്നാണ് പറയുന്നത്. ബെപൈസ എന്ന് പറഞ്ഞാൽ പണമില്ലാണ്ട്. കാം കർണേ കാ ഢങ് ചാഹിയെ. പണി ചെയ്യാനുള്ളൊരു ഢങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവ് അല്ലെങ്കിൽ പെരുമാറ്റം, രീതി. നമ്മൾക്ക് ആ രീതി അറിഞ്ഞിരുന്നാൽ മതി. ഇസി സമയം ഗംഗി കുവേസെ പാനി ലേനെ പਹੁഞ്ചി. ഈ സമയത്താണ് ഗംഗി അവിടെ കിണറിൻ്റെ അവിടേക്ക് വെള്ളം എടുക്കാൻ എത്തിയത്. കുപ്പി കി ധുന്ദലി റോഷ്നി കുവേ പർ ആ രഹി ഥി. കുപ്പി എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയുടെ കുപ്പി ഉണ്ടാവില്ലേ, നമ്മൾ ഈ തിരിയൊക്കെ വെച്ചിട്ട് ആ ഒരു കുപ്പിയുടെ ധുന്ദലി റോഷ്നി. ധുന്ദലി എന്ന് പറഞ്ഞാൽ വളരെ മങ്ങിയ ഒരു ലൈറ്റ്. കുവേ പർ ആ രഹി ഥി, ആ കിണറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നു.
ഗംഗി ജഗത് की आड़ में बैठी मौके का इंतज़ार करने लगी. ജഗത് എന്ന് പറഞ്ഞാൽ ആ കിണറിൻ്റെ കര. അവിടെ ഒളിച്ചിരുന്നിട്ട് എന്തായിരുന്നു ചെയ്യണ്ടായിരുന്നു? ആദ്മേ ബാറ്റി മൗക്കെ ക ഇന്തസാർ, ഒരു ചാൻസ് കിട്ടാൻ, അതിൻ്റെ ഒരു ഇന്തസാർ എന്ന് പറയുന്നത് നമ്മളതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, അതിന് കാത്തിരിക്കുകയായിരുന്നു. ആടെന്ന് പറഞ്ഞാൽ കവർ, അതിൻ്റെ ഒരു ഒളിഞ്ഞിരിക്കുകയായിരുന്നു, അവിടെ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഗംഗി. ഇസ് കുവേ കാ പാനി സാരാ ഗാവ് പീതാ ഹൈ, ഈ കിണറ്റിലെ വെള്ളം എല്ലാവരും കുടിക്കുന്നു. കിസ്കെ ലിയെ കിസി കെ ലിയെ രോക്ക് നെയ്, ആർക്കും അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഒരു അതുമില്ല, എന്നാൽ അവർക്ക് എല്ലാവർക്കും കുടിക്കാൻ, ആരും അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സിർഫ് യെ ബദ്നസീബ് നെഹി ബർ സക്തി, പക്ഷേ ഈ നിർഭാഗ്യയായ എനിക്ക് മാത്രം ഇവിടുന്ന് മറക്കാൻ പറ്റില്ല. ബദ്നസീബ് എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവാൻ. गंगी का विद्रोही दिल रिवाजी പാബന്ദിയും और മജ്ബൂരിയും पर ചോട്ടേ करने लगा. ഗംഗയുടെ വിപ്ലവം നിറഞ്ഞ ഒരു മനസ്സ് ഇവിടുത്തെ കസ്റ്റംസും പിന്നെ അവരിൽ വരുന്ന നിയന്ത്രണങ്ങളെയും അവരുടെ നിസ്സഹായതയും കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ്. അത് മനസ്സിനധികം വേദനിപ്പിക്കുകയായിരുന്നു. ഹം ക്യോ നീച്ചെ ഹേ ഓർ യേ ലോഗ് ക്യോ ഊച്ചെ ഹേ, നമ്മൾ എന്തുകൊണ്ടാണ് താഴ്ന്നവരും അവർ ഉയർന്നവരും ആണ് എന്നാണ് ഗംഗയുടെ മനസ്സ് അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴ്ന്നവർ, ഊച്ചെ എന്ന് പറഞ്ഞാൽ ഉയർന്നവർ. इसलिए कि ये लोग गले में താങ് ഡാൽ ലേത്തെ ഹെ, എന്തുകൊണ്ടാണ് ഇവർ കഴുത്തിൽ ഒരു ചരട് ഇടുന്നത് കാരണമാണോ ഇവരിങ്ങനെ ഉയർന്നവർ എന്ന് ഇവരെ കണക്കാക്കുന്നത്? യഹാ തോ ജിത്നെ ഹെ ഏക് സെ ഏക് ഛണ്ടെ ഹെ, ഇവിടെ ഏതൊക്കെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന അവരൊക്കെ എന്താണ്, ഒന്നിനൊന്ന് മെച്ചം, ഒന്നിനൊന്ന് ദുഷ്ടന്മാരാണ്. ഛണ്ടെ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എന്നാണ് ഇവിടെ പറയുന്നത്. ചോരി യേ കരേ, ജാൽ ഫരീബി യേ കരേ, ഝൂട്ടെ മുഖദ്മെ യേ കരേ, കള്ളത്തരങ്ങൾ കളവ് ഇവർ ചെയ്യുക. ചോരി എന്ന് പറഞ്ഞാൽ കളവ് ഇവർ ചെയ്യുക. ജാൽ ഫരീബി യേ കരേ, ജാൽ ഫരീബി എന്ന് പറഞ്ഞാൽ വഞ്ചനയും അങ്ങനത്തെ കുറ്റങ്ങളൊക്കെ ഇവർ ചെയ്യുന്നു. ഝൂട്ടെ മുഖദ്മെ യേ ചലാൻ, झूठ എന്ന് പറഞ്ഞാൽ കള്ള കേസുകൾ, മുഖദ്മ കേസ് ഇവർ നടത്തുന്നു. അഭി ഇസ് ठाकुर ने तो उस दिन बेचारे गडरिए की भेड़ चुरा ली थी और बाद में मारकर खा गया. പ്രളയ ഈ ജന്മി ഒരു ദിവസം ആ പാവപ്പെട്ട ഗഡ്രിയുടെ ഷീപ്പ്, ഭേഡ് എന്ന് പറഞ്ഞാൽ ഷീപ്പ്, ആള് അവിടുന്ന് കട്ടെടുത്തിട്ട് എന്താ ചെയ്ത് അവസാനം അതിനെ കൊന്ന് കഴിച്ചു. ഈ ജന്മിയാണ്, ഇത്രയും ഉച്ചസ്ഥാനത്തിരിക്കുന്ന ജന്മിയാണത് ചെയ്തത്. ഇൻഹി പണ്ഡിത് കെ ഘർ മേ തോ 12 മാസ് ജുവാ ഹോത്താ ഹൈ, ആ പണ്ഡിത് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഉച്ച പദവി, അതെന്താ അത്രയും ഹയർ കാസ്റ്റ്, പണ്ഡിത് എന്ന് പറഞ്ഞാൽ ഹയർ കാസ്റ്റ്. അവിടെ അവരുടെ വീട്ടിലല്ലേ എല്ലാ 12 മാസവും, 12 എന്ന് പറഞ്ഞാൽ 12, മാസം എന്ന് പറഞ്ഞാൽ മാസം, ജുവാ ഹോത്താ ഹൈ ചൂതുകളി അവിടെയല്ലേ നടന്ന്, പൈസ വെച്ച് ചൂതുകളി എല്ലാ 12 മാസം അവിടെ നടക്കുന്നു. യഹി സാഹുജി തോ ഘീ മേ തേൽ മിലാക്കർ ഭേജത്തെ ഹെ, ഈ വ്യാപാരിയല്ലേ, ധനികനായ വ്യാപാരിയല്ലേ, ഘീ എന്ന് പറഞ്ഞാൽ എന്താണ്, നെയ്യിൽ എന്താണ്, എണ്ണ മിക്സ് ചെയ്തിട്ട് വിൽക്കുന്നത്. തേൽ എന്ന് പറഞ്ഞാൽ എണ്ണ, അതിൽ മിക്സ് ചെയ്തിട്ട് ഈ ധനികനായ വ്യാപാരിയല്ലേ എല്ലാവർക്കും വിൽക്കുന്നത്. കാം കറാ ലേത്തെ ഹെ മസ്ദൂരി ദേത്തെ നാനി മർത്തി ഹെ, ജോലി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, എത്ര ജോലി വേണമെങ്കിലും ഞങ്ങൾ ചെയ്യിക്കണം, പക്ഷേ നമ്മൾക്ക് മസ്ദൂരി, നമ്മുടെ തൊഴിലിന് അവർ പൈസ തരാനാണെങ്കിൽ, മജൂരി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തൊഴിലാളികൾക്ക് കാശ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ എന്താണ്, അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അത് കൊടുക്കാൻ അവർക്ക് വളരെയധികം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിസ് ബാത് മേ ഹംസെ ഊഞ്ചെ ഹെ, എന്തെന്ത് കാര്യങ്ങളിലാണ് അവർ നമ്മളിൽ നിന്ന് ഉയർന്ന സ്ഥാനത്തിൽ നിൽക്കുന്നത്. ഹം ഗലി ഗലി ചില്ലാത്തെ നെഹി ഹെ കി ഹം ഊഞ്ചെ ഹെ, ഞങ്ങൾ ഓരോരോ റൂട്ടിലും ഓരോരോ ഗലിയിലും പോയിട്ട് ഏരിയാസിൽ പോയിട്ട് നമ്മളിങ്ങനെ ചിഹ്നം വിളിച്ച് നടക്കുന്നില്ല, നമ്മൾ ഉച്ചസ്ഥാനത്തിൽ ആണെന്ന്. ചില്ലാന എന്ന് പറഞ്ഞാൽ അലറുക, അല്ലെങ്കിൽ ഉച്ചത്തിൽ പറഞ്ഞ് നടക്കുക. കഭി ഗാവ് മേ ആ ജാത്തി ഹൂँ तो रस भरी आँख से देखते हैं, അവരെന്താണ് പറയുന്നത്, ചിലപ്പോൾ ഞാൻ നമ്മളൊക്കെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഗ്രാമത്തിലേക്ക് വരുമ്പം ഇവരെന്താണ് കാമം ഉണ്ടാവും അവരുടെ കണ്ണുകളിൽ, അങ്ങനെയാണ് അവരുടെ നോട്ടം. രസ്ഭരി എന്ന് പറഞ്ഞാൽ കാമം, ആँख എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. जैसे सबकी छाती पर सांप लौटने लगते हैं परंतु घमंड ये है कि हम ऊंचे हैं, ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും കാമം നിറഞ്ഞ കണ്ണുകളുകൊണ്ടാണ് നോക്കുന്നത്, പക്ഷേ എല്ലാവർക്കും വളരെയധികം
എന്താണ്? ഘമണ്ടാണ്. ഘമണ്ട് എന്ന് പറഞ്ഞാൽ അഹങ്കാരം. എല്ലാവർക്കും അഹങ്കാരമാണ്, ഞങ്ങൾ ഭയങ്കര ഉച്ചസ്ഥാനത്തിൽ ഇരിക്കുന്നവരാണ് എന്ന്. കുവേ പർ കിസി കെ ആനെ കി ആഹട്ട് ഹുയി. എന്താണ്? അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കൂവ എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ അടുത്തേക്ക് ആരോ കാൽച്ചുവടുകൾ, ആഹട്ട് എന്ന് പറഞ്ഞാൽ കാൽച്ചുവടാണ്, കാൽച്ചുവടിൻ്റെ ശബ്ദമാണ് കേട്ടത്. ഗംഗി കി ഛാത്തി തക് തക് കർണേ ലഗെ. എന്താണ്? ആളുടെ ഹൃദയം, നെഞ്ച് പിടഞ്ഞു തുടങ്ങി. ഛാത്തി എന്ന് പറഞ്ഞാൽ നെഞ്ച് പിടഞ്ഞു തുടങ്ങി. കഹി ദേഖ് ലേ തോ ഗസബ് ഹോ ജായക. ദൈവമേ, അവരാരെങ്കിലും കണ്ടുപോയാൽ കഷ്ടമായി പോകും, ആകെ ഞാൻ കഷ്ടത്തിലായി പോകും എന്നാണ് അവിടെ പറയുന്നത്. ഏക് ലാത്ത് ഭീ തോ നീച്ചെ ന പടേ. ഏക് ലാത്ത് ഭീ തോ നീച്ചെ ന പടേ എന്ന് പറഞ്ഞാൽ ഒരു ചവിട്ടിൽ തന്നെ എൻ്റെ കാര്യം കഴിയും എന്നാണ് പറഞ്ഞത്. उसने घड़ा और रस्सी उठा ली और झुककर चलती हुई एक वृक्ष के अंधेरे साए में जा खड़ी हुई. അപ്പം എന്താ ചെയ്ത്? ആളുടെ കുടവും ആ റോപ്പ്, രസ്സി എന്ന് പറഞ്ഞാൽ റോപ്പാണ്, അതും എടുത്തിട്ട് ഝുക്കർ എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് നിന്നിട്ട് മെല്ലെ ഒരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഡാർക്ക്, അന്ധേര എന്ന് പറഞ്ഞാൽ തീരെ അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, പ്രകാശം ഉണ്ടായിരുന്നില്ല, അവിടെ അതിൻ്റെ പിന്നാലെ പോയി നിന്നു എന്നാണ് പറയുന്നത്. കബ് ഇൻ ലോഗോ കോ ദയ ആത്തി ഹെ കിസി പർ. ഇവർക്ക് എവിടെ ആരെങ്കിലും ഉള്ളൊരു ദയവ് തോന്നുന്നത്? ബേച്ചാരെ മഹങ്കു കോ ഇത്തന മാറാ കി മഹീനെ തക് ലഹു ഥൂക്താ രഹ. എന്താണ്? പാവം പിടിച്ച മഹങ്കുവിനെ അവർ എത്രമാത്രം അടിച്ചു, എത്രയോ മാസം വരെ, മഹീന എന്ന് പറഞ്ഞാൽ മാസങ്ങൾ, എത്രയോ മാസങ്ങൾ അവൻ ചോര, ലഹു എന്ന് പറഞ്ഞാൽ ചോര, ഥൂക്താ രഹ എന്ന് തുപ്പുക, ചോര തുപ്പിക്കൊണ്ടിരുന്നു. ഇസ്ലിയെ തോ കി ഉസ്നെ ബേഗാർ ന ദിയാ ഥ. എന്തുകൊണ്ടാണ് അവനെ അടിച്ചത്? അവൻ കൂലിയില്ലാത്ത ജോലി ചെയ്തില്ല. ഇസ്ലിയെ തോ കി ഉസ്നെ ബേഗാർ ന ദി ഥി. കൂലിയില്ലാത്ത ജോലി ചെയ്യാത്ത കാരണമാണ് അവനെങ്ങനെ അടിച്ചത്. ഇസ് പർ യെ ലോഗ് ഊഞ്ചെ ബന്തെ. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഇവർ ഭയങ്കര ഉച്ചസ്ഥാനത്താണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. കുവേ പർ സ്ത്രീയാ പാനി ഭർണി ആയിക്കി. അവിടേക്ക് ആരാ വന്നിട്ടുണ്ടായിരുന്ന? സ്ത്രീകൾ അവിടെ വെള്ളം നിറയ്ക്കാൻ ആ കൂവേൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇൻമേ ബാത് ഹോ റഹി ഥി. അവരിൽ തമ്മിൽ സംസാരം നടക്കുകയായിരുന്നു. ഖാന ഖാനി ചലെ ഓർ ഹുക്മു ഹുവാ കി താസ പാനി ഭർലാവ്. എന്താ? വെള്ളം കഴിക്കാൻ ഇരുന്നതാ, അപ്പോഴേക്കും അവരെന്താണ്? ഓർഡർ ചെയ്തു. ഹുക്മു എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്തു, നല്ല ശുദ്ധമായ വെള്ളം, താസ പാനി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം കൊണ്ടുവരൂ. ഘടേക്കിലെ പേസെ നെഹി ഹെ. ഘട എന്ന് പറഞ്ഞാൽ പോട്ട്, അതിനുള്ള കാശ് ഇല്ല. हम लोगों को आराम से बैठे देखकर जैसे मर्दों का जलन होती है. ആ സ്ത്രീകൾ എന്താ പറയുന്നത്? നമ്മളൊന്ന് വിശ്രമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്നത് അവർക്ക് കാണുമ്പോൾ എന്താണ്? അവർക്ക് ഭയങ്കര അസൂയാണ്. ജലൻ എന്ന് പറഞ്ഞാൽ അസൂയ, ആണുങ്ങൾക്ക് വളരെയധികം അസൂയാണ്. ഇതാണ് ഈ സ്ത്രീകളോട് പറഞ്ഞു നടക്കുന്നത്. ആരാം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക, അല്ലെങ്കിൽ ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുമ്പം. ഹാ യഹ് തോ ന ഹുവാ കി കൽസ്യ ഉഠാക്കർ ഭർ ലാത്തെ ഹെ. ഇത് അവർ വിചാരിക്കില്ല. ആ ഒരു കൽസ്യ എന്ന് പറഞ്ഞാൽ ചെറിയ കുടം പോയിട്ട് ഒന്ന് നിറച്ച് കൊണ്ടുവരാൻ എന്ന് വിചാരിക്കില്ല. ബസ് ഹുക്മി ചലാദിയ. എന്താണ്? അവർ അവിടെ ഇരുന്നിട്ട് ഓർഡർ ചെയ്യും. എന്താണ് അവർ ഓർഡർ ചെയ്യുന്നത്? കി താസ പാനി ലാവ്. എന്താ? നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളങ്ങൾ കൊണ്ടുവരൂ. അവിടെ ഇരുന്നിട്ടുണ്ട് അവർക്ക് ഓർഡർ ചെയ്താൽ മതിയല്ലോ. ജैसे हम लोडियाँ ही तो हैं. എങ്ങനെയാണ് നമ്മളവർ കാണുന്നത്? ഞങ്ങളൊരു ദാസിയാണല്ലോ, അങ്ങനെയാണല്ലോ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ലോഡി എന്ന് പറഞ്ഞാൽ ദാസി. ലോഡിയ നെഹി തോ ഓർ ക്യാ ഹോത്തും. ദാസി അല്ലാണ്ട് പിന്നെ നിങ്ങൾ വേറെ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. റോട്ടി കപ്പട നെഹി പാത്തി. ആഹാരവും തുണിയും നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? 10-5 रुपये भी छीन झपट कर ले ही लेती हूँ. ഒരു 5-10 ഉറുപ്പ്യൊക്കെ, 10-5 എന്ന് പറഞ്ഞാൽ 5-10 റുപ്പീസ്, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിപ്പറിച്ചിട്ട് എടുക്കുന്നുണ്ടല്ലോ. ഓർ ലോഡിയാൻ കേസി ഹോത്തി. പിന്നെ ദാസികൾ എങ്ങനെയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മത് ലജ്ജാവോ ദീദി. നിങ്ങൾ നാണിക്കണ്ട ചേച്ചി. छिन भर ആരാം കർനെ കോ ജി തരസ്കർ രഹ്ഗയാ ഹെ. കുറച്ച് നിമിഷം ഒന്ന് വിശ്രമിക്കാൻ നമ്മുടെ മനസ്സെന്താണ്? കൊതിച്ചു പോകുന്നു. തരസ് ഗയാ ഹെ എന്ന് പറഞ്ഞാൽ കൊതിച്ചു പോകുന്നു. ഇത്തനാ കാം കിസി ദൂസരെ കെ ഘർ കർ ദേത്തി തോ ഇസ്സെ കഹി ആരാം സെ രഹത്തി. ഇത്ര പണി ഞാൻ വേറെ ആരെങ്കിലും വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ വളരെയധികം സുഖത്തിൽ എനിക്ക് ജീവിക്കാമായിരുന്നു. ഊപ്പർ സെ വഹ് എഹ്സാൻ മാൻത. ഊപ്പർ സെ എന്താണ്? അവർ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഔദാര്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് നിനക്ക് ചെയ്യുന്ന ഒരു ഔദാര്യം എന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. യഹാ കാം കർത്തെ കർത്തെ മർ ജാओ. ഇവിടെ ജോലി ചെയ്ത് ചെയ്ത് ചത്തുപോകും, മരിച്ചു പോകും.
पर किसी के मुंह ही सीधे नहीं होते हैं. കിസിക പറഞ്ഞ ഒരാൾക്കും അതിനുള്ളൊരു എന്താ ഒരു നന്ദി അല്ലെങ്കിൽ ഒരു നല്ലൊരു രീതിയിൽ അവർ ഇതുവരെ പെരുമാറ്റമോ നല്ലൊരു രീതിയിലുള്ള അത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ദോനോ പാനി ഭർക്കർ ചെലികെ, രണ്ടുപേരും വെള്ളം നിറച്ചിട്ട് അവിടുന്ന് പോകും. तो गंगी वृक्ष की छाया से निकली और कुएं के जगत के पास आ गई. അപ്പോൾ അത് അവരെ പോയി കഴിഞ്ഞപ്പോൾ എന്താ, ഗംഗി അവിടെ നിന്ന് വൃക്ഷത്തിൻ്റെ പിന്നിൽ നിന്ന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഷെയ്ഡിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നെ നമ്മുടെ കിണറിൻ്റെ കരയിലേക്ക് തന്നെ അവിടേക്ക് തന്നെ പോയി. ബേഫിക്രെ ചെലേ ഗയത്തെ, ആ കെയർലെസ് ആയിട്ടുള്ള അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു 5-10 ആൾക്കാർ അവരുടെ വാതിലിൻ്റെ അവിടെ, അവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ठाकुर भी दरवाज़ा बंद कर अंदर आंगन में सोने जा रहे थे. നമ്മുടെ ഠാക്കൂർ അവരും എന്താ ജന്മി എന്താണ്, അവരും അവരുടെ വാതിലൊക്കെ അടച്ചിട്ട് അവരുടെ ആംഗൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ, അവിടെ ഇനി ഉറങ്ങാൻ പോകുകയായിരുന്നു. സോനി ജാരഥി എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോകുകയായിരുന്നു. ഗംഗീനെ ക്ഷണിക് സുഖ് കി സാസ്ലി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം, ക്ഷണിക് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഒരു ആശ്വാസത്തിൻ്റെ ശ്വാസം എടുത്തു. കിസി തര മേദാൻ തു സാഫ് ഹുവ, ആ ഒരു ഏരിയ അവളെന്താ വിചാരിക്കുന്ന, ആ ഒരു ഏരിയ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലിയറായി കിട്ടിയല്ലോ എന്നാണ് അവളവിടെ ആശ്വാസത്തോടു കൂടി ആലോചിക്കുന്നത്. അമൃത് ചൂര ലാനെ കെ ലിയെ ജോ രാജ്കുമാർ കിസി ജമാനെ മേ ഗയാ ഥാ, എങ്ങനെയാണ് അവൾ അവിടെ പോയി എന്ന് പറയുന്നത് മേദാൻ സാഫായപ്പോൾ അമൃത് ചൂര ലാനേക്കിലെ, അമൃതപ്പൊടി കൊണ്ടുവരാൻ പണ്ടേതോ കാലത്ത് രാജ്കുമാരൻ പോയതാണ് പറയുന്നത്. ആ ഒരാളും വഹ ബി ഷായദ് ഇത്തിനി സാവധാനി കെ സാത്ത് ഓർ സൂച് ബൂझ് കർ ന ഗയാ ഹോ. അപ്പം അമൃതപ്പൊടി എടുക്കാൻ പോയ രാജ്കുമാരൻ പോലും ചിലപ്പോൾ ഇങ്ങനെ ഇത്രയും ജാഗ്രതയോടും കൂടി ഇത്രയും നോക്കി കണ്ടും ചിലപ്പം പോയിട്ടുണ്ടാവില്ല. സാവധാനി എന്ന് പറഞ്ഞാൽ ജാഗ്രത, സൂച് ബൂझ് എന്ന് പറഞ്ഞാൽ അത്രയും കണ്ടു എന്നൊക്കെ ആൾ പോയിണ്ടാവില്ല. ഗംഗി ദബേ പാവും കുവയ്ക്ക് ജഗത് പർ ചടി, മെല്ലെ ഭയങ്കര മെല്ലെ ദബേ പാവം പറഞ്ഞാൽ തീരെ ശബ്ദം ഉണ്ടാക്കാണ്ട് ആ കിണറ്റിൻ്റെ അവിടേക്ക് കരയിലേക്ക് കയറി. വിജയ കാ ऐसा അനുഭവം ഉസെ പെഹലെ ന ഹുവാ था. ഈ വിജയത്തിൻ്റെ ഒരു അനുഭവം ഇതിനേക്കാൾ മുമ്പ് ഇങ്ങനെ അവൾക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അനുഭവം എന്ന് പറഞ്ഞാൽ അനുഭവം. ഉസ്നെ റസ്സി ക ഫന്ത ഘടേ മേ ഡാല, കുളത്തിൻ്റെ അവിടെ അതിൻ്റെ റസ്സി ആ ഒരു കയറിൻ്റെ കുളത്ത് അവൾ തൂക്കിയിട്ടു. ദായ ബായ ചൗക്കന്യ ദൃഷ്ടി സെ ദേഖ, അവൾ വലതും ഇടതും വളരെയധികം ജാഗ്രതയോടുകൂടി അവൾ നോക്കി. ജैसे कोई सिपाही रात को शत्रु के किले में सुराग कर रहा हुआ. എങ്ങനെയാണ് അവൾ നോക്കുന്നുണ്ടായിരുന്നത്, സോൾജേഴ്സില്ലേ രാത്രികളിൽ ശത്രു രാജ്യത്ത് പോയിട്ട് അവരുടെ കില അതിൽ എന്താണ് തുളച്ച് കയറുന്ന ഒരു രീതിയിലാണ്, അവരുടെ ഒരു ജാഗ്രത ഉണ്ടാവില്ല, ആ രീതിയിലാണ് അവൾ എല്ലായിടത്തും നോക്കിയിട്ട് വെള്ളം നിറയ്ക്കുന്നത്. അഗർ ഇസ് സമയ വഹ പകഡ് ലി ഗയി തോ ഫിർ ഉസ്കെ ലിയെ മാഫി യാ റിയായത്ത് കി റദ്ദി ബർ ഉമ്മീദ് നഹി ഹെ. ഈ സമയത്ത് അവൾ പിടിക്കപ്പെടുകയാണെങ്കിൽ എന്താണ്, അവൾക്ക് മാഫ് അവരൊരിക്കലും അതിനെ ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമ കൊടുക്കില്ല. പിന്നെ റിയായത്ത് ഇളവും കൊടുക്കാൻ ഒരു തീരെ അവർ പ്രതീക്ഷിക്കുകയേ വേണ്ട, പറഞ്ഞാൽ ഒരു തരി പോലും പ്രതീക്ഷിക്കേണ്ട എന്നാണ് അവൾ മനസ്സിൽ ഓർക്കുന്നത്. അന്ത് മേ ദേവതാओं को याद करके उसने कलेजा मजबूत किया. അവസാനം എന്താണ്, എല്ലാ ദൈവങ്ങളെയും ഓർത്തിട്ട് അവളെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കി, അവളെ തന്നെ കുറേ സ്ട്രോങ് ആക്കി. ഓർ ഘട കുവിമേ ഡാൽ ദിയ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത്, ആ ഘട അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ കുടം വെള്ളത്തിലേക്ക് ഇട്ടു. ഗംഗയ്ക്ക് ഹാത്ത് സെ റസ്സി छूट गई. ടെൻഷൻ പേടി കൊണ്ട് എന്താണ്, കയ്യിൽ നിന്ന് ആ റോപ്പ് ഉണ്ടായിരുന്നില്ല, ആ കയറ് കയ്യിൽ നിന്ന് പോയി. छूट गई എന്ന് പറഞ്ഞാൽ കൈവിട്ടുപോയി. റസ്സിക്ക് സാത്ത് ഘട ധടാം സെ പാനി മേ ഗിറ. എന്താണ്, റസ്സിയോട് ആ വെള്ളം നമ്മുടെ കയറോടുകൂടി ആ കുടം വെള്ളത്തിലേക്ക് ശബ്ദം ഉണ്ടാക്കി വീണു. ധടാം എന്നൊരു ശബ്ദം ആക്കിയിട്ടാണ് വെള്ളത്തിലേക്ക് വീണത്. ഓർ കൈ ക്ഷൺ തക് പാനി മേ ഹിൽക്കോരെ കി ആവാസ് സുനായി ദി.
കുറേ നിമിഷം വരെ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഹിൽക്കോരി എന്ന് പറഞ്ഞാൽ ഓളം, തിര, ആ തിരകളുടെ ശബ്ദം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ശബ്ദമാണ് അതിൽ നിന്ന് കേൾക്കാനുണ്ടായിരുന്നത്. ഠാക്കൂർ കോൺ ഹേ അപ്പോഴേക്കും ജന്മി അത് ശബ്ദം കേട്ടു. എന്താണ് ജന്മി ചോദിക്കുന്നത്? ആരാണ് അവിടെ? പുക്കാർത്തെ ഹുവേ കുവയ്ക്ക് തരഫ് ആ രഹേ തെ, അത് പറഞ്ഞ് ഇങ്ങനെ ആ കിണറിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. ഓർ ഗംഗി ജഗത് സെ കൂത് കർ ഭാഗി ജാ രഹി തി, ഗംഗി എന്താണ് അവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഘർ പहुंच कर देखा कि ജോഖു ലോട്ട മുँह से लगाए वही मेला गंदा पानी पी रहा है. വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ജോഖു ആ ചീത്ത വെള്ളം ആ വായിൽ വെച്ചിട്ട് തന്നെ എപ്പോഴും ആ ചീത്ത മാലിന്യമുള്ള വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രംഗമാണ് ഗംഗി വീട്ടിലെത്തിയിട്ട് കാണുന്നത്. ഇതോടുകൂടി ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സെക്ഷനിൽ നമ്മൾക്ക് ഇതിൻ്റെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അത് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായി കേട്ട് പഠിക്കണം. 10th ആണ്. നമ്മൾക്ക് ആ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായാലേ നമ്മൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്ത സെഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് കണ്ട് റിവ്യൂ ചെയ്ത് അതിന് റിപ്ലൈ ചെയ്യുന്നതാകും. So see you in the next class. Till then, take care and bye.